വടക്കൻ കേരളത്തിലെ വോട്ടുവഴിയിൽ യാത്ര തുടരുകയാണ്. ആലത്തൂർ മണ്ഡലത്തിലെ ഒറ്റപ്പിലാവിലാണ് ഏറ്റവും ഒടുവിൽ എത്തിയിരിക്കുന്നത്. ആലത്തൂർ മണ്ഡലത്തിലെ ഒറ്റപ്പിലാവിലാണ് വോട്ടുവഴി ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനോട് ഇല്ലെങ്കിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ അവരെങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെയാണ് ഇത്തവണത്തെ ഇലക്ഷൻ എങ്ങനെ കാണുന്നു? ഇവിടെ ബിജു പൊടി മാറിക്കും ആണ്. ആ മാറ്റൊന്നുമില്ല. വിജയിക്കും. 10 കൊല്ലക്കാലം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ ഈ ആലത്തൂർ മണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വീണ്ടും ഉള്ള വികസനത്തിന് വീണ്ടും ബിജു ഇവിടെ ജയിക്കുന്നതാണ് 100% ഞങ്ങൾ ഉറപ്പ്. ഈ അഭിപ്രായം അല്ലാത്തവരുണ്ടോ? ഈ അഭിപ്രായം അല്ലാത്തവരുണ്ടോ? പി കെ ബിജു ജയിക്കണം എന്നുള്ളത് രമ്യ ജയിക്കണം എന്നാണ് നമ്മുടെ എല്ലാവരും അഭിപ്രായം. രമ്യ ജയിച്ചിരിക്കും എന്തായാലും. ഒരു മാറ്റം ഒരു അനിവാര്യമാണ്. എന്തുകൊണ്ട് മാറ്റം വരണം? വികസനത്തിന്റെ ഒരു മാറ്റം അനിവാര്യമാണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് എന്തായാലും തീർച്ചയായും രമ്യ ഇവിടെ ജയിക്കും. എന്തുകൊണ്ടാണ് പി കെ ബിജു വരണ്ടെന്ന് പറയുന്നത്? രമ്യ ജയിക്കണം. കാരണം വികസനം വരാൻ വേണ്ടിയാണ്. ആണോ? ഈ യൂണിഫോം ആരോപിക്കുന്ന വലിയൊരു ഇതുണ്ട് കേട്ടോ. കാരണം പറയാന്ന് മാത്രം അല്ലാണ്ട് വേറെ ഒന്നുമില്ല. കുടിവെള്ളമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എല്ലാ മേഖലയിലും ആ സഖാവിന് കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചു. 90% നല്ല വികസനങ്ങൾ എത്തിക്കാൻ സാധിച്ചുള്ള എല്ലാ മേഖലയിലും. ഈ രമ്യ എന്നല്ല കോൺഗ്രസിന് ഒരു നല്ല കാര്യം അവർക്ക് പറയാനില്ല. പാട്ട് പാടിയിട്ടോ ഡാൻസ് ആടിയിട്ടൊന്നും വോട്ട് വാങ്ങണില്ല. രാഷ്ട്രീയം പറഞ്ഞിട്ടാണ് നമ്മൾ വോട്ട് മേടിച്ച് ഇതുവരെ ചെയ്തുള്ള കാര്യം. ഈ 10 വർഷം ഈ മണ്ഡലത്തിലെ MP ആയിരുന്നു. പക്ഷെ ഈ കഴിഞ്ഞ 5 വർഷം MP എവിടെയായിരുന്നു എന്നാണ്. MP ഏറ്റവും പാർലമെന്റിൽ വളരെ തിളങ്ങിയ ഒരു MP ആണ് ഈ പി കെ ബിജു. ഈ 5 വർഷം ഒരു മനുഷ്യത്വമില്ലാത്ത ഗവൺമെന്റിനെ പുറത്താക്കാൻ സജ്ജരായി നിൽക്കുന്ന ജനങ്ങളാണ്. ആ ജനങ്ങൾ ആ മതേതര ഗവൺമെന്റാണ് രൂപീകരിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പാർലമെന്റ് അംഗമായിട്ടും ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് പി കെ ബിജു ഇവിടുന്ന് ജയിച്ചു വരിക. വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തന്നെ ഇവിടുന്ന് ജയിക്കും. അങ്ങനെയാണ് പറയുന്നത്. ഈ രമ്യ ഹരിദാസ് ജയിക്കണമെന്നാണോ? രമ്യ ഹരിദാസ് ജയിക്കണമെന്നാണ്. ഈ രമ്യ ഹരിദാസിനെതിരെ നേരത്തെ LDF വലിയൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. A വിജയരാഘവൻ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ ഇതിന് മറുപടി കൊടുക്കുന്നത്? ആണോ? എന്താണ് ആര് ജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്? ബിജു തന്നെ ജയിക്കുക. ആണോ? എന്തുകൊണ്ടാണ്? എന്താ സംശയം? ഇവര് വോട്ട് BJPക്ക് കൊടുക്കും. രമ്യ ഹരിദാസ് ആണോ? അപ്പൊ നിങ്ങൾ ഇവിടെ പി കെ ബിജുവിനെ വിജയിപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ ചെല്ലുമ്പോ ആരെ സപ്പോർട്ട് ചെയ്യും? അത് പിന്നെ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചോളൂ. ഈ രമ്യ ഹരിദാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവൂല്ലോ ഇവിടെ. എന്തുകൊണ്ടാണ് രമ്യ ഹരിദാസ് ജയിക്കണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? കണ്ട ആൾക്കാരിൽ ഒരാളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ആരാളാ? രമ്യ ഹരിദാസൻ ഈ ആലത്തൂർ മണ്ഡലത്തിൽ ജയിച്ചിരിക്കും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളിനെ കയ്യിലെടുക്കാൻ പറ്റുന്നല്ല. എന്തായാലും ഇവിടെ ജയിച്ചിരിക്കും. ആലത്തൂർ മണ്ഡലത്തില് ഇപ്രാവശ്യം എന്തായാലും ആലത്തൂർ മണ്ഡലത്തിൽ എന്തായാലും രമ്യ ഹരിദാസ് ജയിച്ചിരിക്കും ഇവിടെ എന്തായാലും. രമ്യനെ ജയിപ്പിക്കാൻ പറയുമ്പോ ഇത്രയും മോശത്തരം പി കെ ബിജു എന്ന് പറയുന്ന വ്യക്തി ഈ ഒറ്റപ്പിലാവ് പ്രദേശത്തെ കുടിവെള്ള ക്ഷാമമാണ് പ്രധാനം. അതിന് പരിഹാരം കണ്ട ഒരു MP ആണ്. ആ MP 100% ഈ ആലത്തൂരിന് ജയിച്ചു പോകുന്നത് സംശയമില്ലായിരിക്കും. എന്തുകൊണ്ടാണ് പക്ഷേ ഇപ്പൊ ഒരു വാശിയേറിയ മത്സരം? ഓക്കെ, പി കെ ബിജു കഴിഞ്ഞ 2 തവണയും ഭൂരിപക്ഷം കൂട്ടുകയാണ് ചെയ്തത്. പക്ഷേ ഇത്തവണ വന്നപ്പോൾ വാശിയേറിയ ഒരു മത്സരമാണ് കാഴ്ചവെച്ചത്. എന്തുകൊണ്ടാണ്? എവിടെ വാശിയേറിയ മത്സരം? അതൊക്കെ മാധ്യമ സൃഷ്ടിയല്ലേ വാശിയേറിയ മത്സരം. വാശിയേറിയ മത്സരം പ്രത്യേകിച്ച് ഈ ആലത്തൂർ മണ്ഡലത്തിൽ ഇല്ല. ഇത് കഴിഞ്ഞ കാലങ്ങളിൽ 2 തവണ പി കെ ബിജു ജയിച്ച പോലെ അതിന് വോട്ട് ഭൂരിപക്ഷത്തില് ബിജു ഇപ്രാവശ്യം ഈ ആലത്തൂർ മണ്ഡലത്തിൽ ജയിച്ചു പോകുന്നില്ല. യാതൊരു സംശയമില്ല. ആ മാധ്യമ സൃഷ്ടിയാണ് ഈ ഈ ബിജു തോൽക്കുന്നുള്ളതൊക്കെ. രാഹുൽ ഗാന്ധിയുടെ വരവ് എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്? രാഹുൽ ഗാന്ധി വരണോണ്ട് മറ്റേ മോഡി പോണം, മറ്റേ വർഗീയത മത്സരിക്കുന്നുണ്ട്. അത് മത്സരം ഇപ്പൊ 20 ആളിൽ ഒരാളായിട്ട് ഞങ്ങൾ കാണുന്നുള്ളൂ രാഹുൽ ഗാന്ധി. അവര് മാറ്റം വരില്ല. വയനാട് അവർക്ക് ഭൂരിപക്ഷമുള്ള സീറ്റാണ്. അവിടെ കൊടുത്തിട്ട് ഒറ്റപ്പാലത്ത് കൊടുത്ത് നിർത്തിയില്ലല്ലോ. എന്തായാലും ശക്തമായ മത്സരമാണ് ആലത്തൂർ മണ്ഡലത്തിൽ നടക്കുന്നതെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് ആലത്തൂർ മണ്ഡലത്തിൽ വോട്ട് വഴി ഇവിടെ അവസാനിക്കുകയാണ്. നാളെ തൃശൂർ മണ്ഡലത്തിലേക്ക് കടക്കുകയാണ്. നാളെ തൃശൂർ മണ്ഡലത്തിലെ വോട്ട് വിശേഷങ്ങളുമായി ചേരാം. നമസ്കാരം.